ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്റ്റെപ്പ് ഉടുപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ലെയറായിട്ട് വരുന്ന രീതിയിലൊരു അടിപൊളി പാർട്ടി വെയർ ഫ്രോക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് തുണികൾ നമുക്ക് എടുത്തിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ടൊരു ഗ്ലിറ്ററൊക്കെ വരുന്ന രീതിയിലൊരു തുണി 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നെറ്റ് 5.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ്ങും ക്രീപ്പാണ് എടുത്തിട്ടുള്ളത് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് എങ്ങനെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 8 മുതൽ 9 വരെ വയസ്സ് വരുന്ന കുട്ടിക്കുള്ള രീതിയിലുള്ള അളവിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 11 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് മുകളിലും താഴെയും 1/2 ഇഞ്ച് വേണമല്ലോ തയ്യൽ തുമ്പായിട്ട്. അപ്പോൾ ആ 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് 1/2 മീറ്റർ ആവശ്യമില്ല, പക്ഷേ 1/2 മീറ്ററിൽ കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 1/2 മീറ്റർ വാങ്ങിച്ചത്. ഇത് ഈ ഒരു പീസ് മാത്രമേ ബോഡി പാർട്ടിനും വേണ്ടിയിട്ടും പിന്നെ ഒരു ബോ വെക്കുന്നത് അതിനും കൂടി വേണ്ടിയിട്ടുള്ളതേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് വരച്ചു കൊടുക്കാം. ഷോൾഡറിൻ്റെ പകുതി എത്രയാണെന്ന് വെച്ചാൽ അളവൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആം ഹോളും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 6 ഇഞ്ചും അതുപോലെ ആം ഹോൾ 5.5 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് എന്ന് വെച്ചാൽ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 4 ഭാഗം, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേസ്റ്റും അതുപോലെ വേസ്റ്റിൻ്റെ 4 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ അതും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആം ഹോളിൽ നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് 1 ഇഞ്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം വളച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ തയ്യൽ തുമ്പും കൂടി ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചും ബാക്ക് നെക്ക് 2.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് എടുത്ത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിനേക്കുള്ള നെറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിന് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് യോക്ക്, അതായത് ഫുൾ ലെങ്ത്ത് നിന്ന് യോക്കിൻ്റെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എത്ര ലെയേഴ്സാണോ വേണ്ടത്, ഇപ്പം ഞാൻ 5 ലെയേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 30 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 30നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 6 കിട്ടും. ആ 6 നമ്മുടെ ഇത് കട്ട് ചെയ്തെടുക്കേണ്ട അളവ്, ആക്ച്വൽ അളവ്. അതിൻ്റെ കൂടെ നമ്മൾ മുകളിൽ നമ്മൾ തയ്ക്കുമ്പം 1/2 ഇഞ്ചും പോവും. അതുപോലെ അടുത്ത ലെയറിൻ്റെ മുകളിൽ ഒരു 1.5 ഇഞ്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 + 1/2 ഇഞ്ച് പ്ലസ് പിന്നെ 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ച് നീളമുള്ള പീസുകളാണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മുഴുവൻ നെറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട്, അതായത് നല്ലോണം 4 മടക്കായിട്ട് മടക്കിയിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ 8 ഇഞ്ച് നീളത്തിലുള്ള പീസസാണ് ഈ 5.5 മീറ്റർ തുണിയിൽ നിന്ന് നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഇങ്ങനെ നമ്മൾ അംബ്രല്ല കട്ട് പോലെ ക്രോസ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ യോക്ക് പാർട്ട് ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇതിങ്ങനെ ഞാനിങ്ങനെ വെച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 30, നേരത്തെ പറഞ്ഞത് നമ്മുടെ 30 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം 30 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ കറക്റ്റായി വരും. മുകളിൽ ഒരു 1/2 ഇഞ്ച് പോകും, തയ്യൽ തുമ്പ് താഴെ 1.5 ഇഞ്ചും കൂടി പോകുമ്പോഴേക്കും നമുക്ക് ഈ ലൈനിങ്, സാധാരണ നമ്മൾ ലൈനിങ് കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 30 എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് അതിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ലൈനിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ 30 ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളത് അംബ്രല്ല കട്ട് മോഡൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിതിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാമറയിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു വരയിലൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുകളിലും നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഈ ബാക്കി വരുന്ന പീസിൽ നിന്ന് നമുക്ക് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ യോക്ക് പാർട്ട് നമ്മളതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്ക് നമ്മൾ പിന്നെ അത് തയ്ച്ചിട്ട് തിരിച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ഇഞ്ച് നീളത്തിൽ ഈ 5.5 മീറ്റർ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനും നമുക്കിങ്ങനെ ലെയേഴ്സായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് അങ്ങനെ പോകേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി അതിൻ്റെ തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ആദ്യം നമ്മളിത് മുഴുവനായിട്ട് ഇതിൻ്റെ സൈഡിൽ അരയിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ എളുപ്പ വഴി എന്താ വെച്ചാൽ നമ്മുടെ മെഷീനിൽ ലോങ്ങസ്റ്റ് ഏറ്റവും വലിയ സ്റ്റിച്ച്, അതായത് സ്റ്റിച്ച് ലെങ്ത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇടുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ച് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നെറ്റ് തുണി ആയതുകൊണ്ട് ഇതിങ്ങനെ ചുരുക്കമായിട്ട് വരും. ഇതുപോലെ നെറ്റ് പോലുള്ള നെറ്റ്, ഷിഫോൺ, അതുപോലെ കനങ്കുറവുള്ള തുണികൾക്ക് മാത്രമേ ഈ ഒരു ഐഡിയ ഉപയോഗിക്കാൻ പറ്റൂ. നമുക്ക് കോട്ടണൊന്നും നമുക്ക് ഇങ്ങനെ ആയിട്ട് വരില്ല. ഇതിങ്ങനത്തെ തുണികൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഈ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പോൾ പെട്ടെന്നൊരു 5-5.5 മീറ്റർ തുണി നമ്മളിപ്പം 8 ഇഞ്ച് വെച്ച് കട്ട് ചെയ്താൽ തന്നെ 3, 4, 5, 6 പീസുകളായിട്ട് അത് കിട്ടിയത്. അപ്പോൾ അത് മൊത്തം പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടി വന്നു. എന്നാലും എളുപ്പമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ മെഷീനിൽ എൻ്റെ മാക്സിമം സ്റ്റിച്ച് ലെങ്ത്ത് വെച്ചാൽ 4 വരുന്നത്. അതുപോലെ ടെൻഷൻ 3 ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആവശ്യമുള്ള രീതിയിൽ പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ വേണമെങ്കിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ ഒരു നൂലിങ്ങനെ വലിച്ച് പ്ലീറ്റ്സ് ഉണ്ടാക്കിയെടുത്താലും മതി. അങ്ങനെയും നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ സാധാരണ തയ്ച്ചു കൊടുത്തതിന് ശേഷം അടിയിൽ നൂല് പിടിച്ച് വലിച്ച് നമുക്ക് പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ഇത് പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ലൈനിങ് പാർട്ടിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിവിടെ എക്സ്ട്രാ ലൈനിങ്ങും അതുപോലെ ഈ നമ്മുടെ സ്റ്റിഫ് നെറ്റും ഒന്നും വെക്കുന്നില്ല. സിമ്പിളായിട്ടാണ് തയ്ക്കുന്നത്. നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് ഈ നെറ്റ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ ലൈനിങ് കൂടി കൊടുക്കാം. പക്ഷേ ഞാനൊന്നും കൊടുക്കുന്നില്ല. ഇതെന്നെ ഒരുപാട് ഹെവി ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കുട്ടിക്ക് ഇട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പം ഇതിപ്പോൾ 2 പീസായിട്ടാണ് ഉണ്ടാവുന്നത്. അംബ്രല്ല കട്ട് മോഡൽ നേരത്തെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ പീസുകൾ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം മുകളിൽ നമുക്ക് ഇപ്പോൾ ഒരു ലെയറിൻ്റെ ലെങ്ത്തായിട്ട് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ 6 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നിന്ന് തുടങ്ങി 6 ഇഞ്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ വരച്ചെടുക്കണം. നമുക്ക് അതായത് ഈ ലൈൻ നമ്മുടെ ഈ പീസ് ഇങ്ങനെ തയ്ക്കേണ്ട ആ ഒരു വര. അപ്പോൾ അത് വരച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ വെറുതെ ഒന്ന് തയ്ച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ട് പാർട്ട് തുടങ്ങുന്ന അവിടെ നിന്നും 6 ഇഞ്ചിൽ ഒരു വര ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിവിടെ നിന്ന് പിന്നെ ഒരു 6 ഇഞ്ച് അങ്ങനെ താഴെ വരെ 6 ഇഞ്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ 4 വരകളേ ഉള്ളൂ. 5 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ 5 ലെയേഴ്സിന് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മറ്റേ ബാക്ക് സൈഡിലും കൂടി വരച്ചു കൊടുക്കുക. ഇതുപോലെ 6 ഇങ്ങനെ 4 പ്രാവശ്യമായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗം നമുക്ക് മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ 4 ലെയർ ഇങ്ങനെയായി. 5ാമത്തെ ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ യോക്കും സ്കേർട്ടും ചേരുന്ന ആ ഭാഗത്താണ് ഒരു ലെയർ വരുന്നത്. അപ്പോൾ ടോട്ടൽ 5 ലെയേഴ്സ് ആവും. നമുക്കിതിനി വെച്ച് കൊടുക്കാൻ തുടങ്ങാം. ആദ്യം ഏറ്റവും താഴത്തെ വരയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ അങ്ങനെ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതിൽ 3 ലെയേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 ലെയേഴ്സ് ടോട്ടലായിട്ടുണ്ട്. ഇനി മുകളിലത്തെ ആ ഭാഗത്തും കൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ടോപ്പിനും കൂടി യോജിപ്പിക്കാം. അപ്പോൾ ഞാനതിൻ്റെ ലെയേഴ്സ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പ് പാർട്ടും അതിൻ്റെ ലൈനും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഇതിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നെക്കും അതുപോലെ സ്ലീവ്സിൻ്റെ ആ ഭാഗവും നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്യണം. ബാക്ക് സൈഡിൽ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ്ങിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സിബ് വെക്കുന്നവർക്ക് അത് വെക്കാം. ഞാനിവിടെ ചെറിയ ബട്ടൺസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ടും യോജിപ്പിച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമ്മളിതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം വേണം ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇത്
ഇതിൻ്റെ ഒരു സൈഡ്, അതായത് നമ്മുടെ ഇപ്പോൾ സ്കേർട്ട് പാർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് നമുക്ക് യോക്ക് പാർട്ടിനോട് യോജിപ്പിക്കണം. അപ്പോൾ ഈ യോക്ക് ഭാഗത്തിൻ്റെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വട്ടത്തിൽ ഇങ്ങനെ വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൗണ്ടായിട്ട് അങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ഒരു പാർട്ട് നമ്മൾ കറക്റ്റ് നമ്മളെ ബോഡി എത്രയാണെന്ന് വെച്ചാൽ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത്, അപ്പോൾ ആ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒരു പാർട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗവും നമ്മൾ സ്കേർട്ടിൻ്റെ നമ്മൾ നേരത്തെ രണ്ടും കൂടി ജോയിൻ ചെയ്ത ആ ഭാഗവും കൂടി നല്ല വശങ്ങൾ അടുത്തടുത്ത് വെച്ചതിന് ശേഷം 2 സൈഡിലേക്കായിട്ട് നമുക്കിത് യോക്കും സ്കേർട്ടും യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലേക്കും കൂടി അങ്ങ് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മറ്റേ സൈഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത് താഴെ വരെ വരുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിപ്പം മറ്റേ സാധാരണ ഡ്രസ്സാകുമ്പോൾ നമ്മൾ ലൈനിങ് വേറെ അതുപോലെ മെയിൻ പാർട്ട് വേറെയാണ് ചെയ്തത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് ഫ്രിൽസിൻ്റെ ഇടയിലാകുമ്പോൾ സ്റ്റിച്ച് അങ്ങനെ എടുത്ത് കാണുന്നില്ല. അപ്പം ഒന്നിച്ച് തന്നെ താഴെ വരെ സ്കേർട്ട് പാർട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ബോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയിലെ പാർട്ട് വരുന്നത്. കുറച്ച് വലിയ ബോ തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ നടുവിൽ ഒന്നിക്കൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പിന്ന് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്ന രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ബട്ടൺസും കൂടി വെച്ച് കൊടുത്താൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്